ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടകം 8. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കുറച്ച് പേര് കൂടെ നാലമ്പലം തൊഴാൻ പോവാണ്. ഇന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആളില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഈ വീഡിയോയിലൊന്നും കണ്ടുവന്ന് വരില്ല. അമ്പലവും ഞങ്ങൾ പോകുമ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുള്ളൂ. ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണല്ലോ നാലമ്പലം ദർശനത്തിൻ്റെ തുടക്കം. വിൻഡോ സീറ്റ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ തൃപ്രയാർ അമ്പലത്തിൻ്റെ റോഡ് സൈഡിൽ നിന്നുള്ള എല്ലാവരും എടുക്കുന്നൊരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉണ്ട്, അതെനിക്ക് എടുക്കാനും പറ്റിയില്ല. നമ്മളൊരു 3:15 ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കർക്കിടകവാവായതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. 4-4:30 ഇവിടുത്തെ ദർശനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ടുള്ള മീനൂട്ട് നടത്താൻ വേണ്ടിയിട്ട് പോയി. എന്ത് വലിയ മീനുകളാണല്ലേ. ഞാനിപ്പോൾ കുറേ വർഷമായിട്ടോ നാലമ്പലത്തേക്ക് വന്നിട്ട്. ഞാൻ ചെറുതിൽ വന്ന സമയത്തും ഈ മീനൂട്ട് നടത്തിയതിൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അമ്മ ഇളയമ്മയൊക്കെ മീനൂട്ട് നടത്തിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. നേരെ കാണുന്ന ആ പാലത്തിൽ നിന്നുള്ള വ്യൂ ആണ് നേരത്തെ എനിക്ക് മിസ്സായി പോയി എന്ന് പറഞ്ഞത്. മീനൂട്ട് പോലെ തന്നെ വെടിവഴിപാടും ഇവിടെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. 4 അമ്പലങ്ങൾ ഒരു ദിവസത്തിൽ പോയി തൊഴുന്നു. അതായത് രാമനെയും രാമൻ്റെ സഹോദരങ്ങളെയും നമ്മൾ ഒറ്റ ദിവസത്തിൽ പോയി കാണുന്നു. അതാണല്ലോ നമ്മൾ ഈ നാലമ്പല ദർശനം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ രാമനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മളിതാ വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കുകയാണ്. നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തൃപ്രയാർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു കട കണ്ടു കേട്ടോ. കുറേ കൃഷ്ണ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെത്തിയപ്പോഴും നല്ല അടിപൊളി മഴ. കുറച്ച് നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ വണ്ടിയിൽ പോയി. ഇനി നേരെ ഭരതനെ കാണാൻ വേണ്ടിയിട്ട് കൂടൽമാണിക്യ അമ്പലത്തിലേക്ക്. വഴി നീളം മഴയായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അവർ പന്തലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഈ അമ്പലം മൊത്തമായിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ കുളം വലം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തീർത്ഥക്കുളം വലം വയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല, ഇവിടെ എത്തിയപ്പോൾ ഞാനിവിടെ പറഞ്ഞു കേട്ടതാണ്, ഈ കുളം ഒരു വട്ടം വലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതാണ് പറയപ്പെടുന്നതെന്ന്. ഈ കുളം വലം വയ്ക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ മൊത്തം ഒരു പ്രതിബിംബം നമുക്ക് ഈ കുളത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നല്ല ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നില്ല. പിന്നെ നേരെ പോകുന്നത് 3ാമത്തെ അമ്പലമായിട്ടുള്ള മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 hour സമയം എടുത്തായിരുന്നു നമുക്ക് കൂടൽമാണിക്യത്തിൽ നിന്നും ഇങ്ങോട്ട് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തൊഴുതിറങ്ങുമായിരുന്നു. കാരണം ഇവിടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായമല എത്തുമ്പോഴൊക്കെ അവിടെ നട അടയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആ അമ്പലത്തിലേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പേര് അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ 4ാമത്തെ അമ്പലമായിട്ടുള്ള പായമല എത്തി. ഇത് ശത്രുഘ്നൻ്റെ അമ്പലമാണ്. നേരത്തെ പറഞ്ഞില്ലേ നട അടയ്ക്കുന്നത്. നമ്മൾ തൊഴുത് കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴേക്കും ഇവിടുത്തെ നട അടച്ചു. അതോടുകൂടി നമ്മൾ ഈ പ്രാവശ്യത്തെ നാലമ്പല ദർശനം കഴിഞ്ഞു. ഒരുപാട് തിരക്കൊന്നുമില്ലാതെ എല്ലാ അമ്പലത്തിലും നല്ലപോലെ തൊഴാനും പറ്റി. ഇനി ഇവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും.